നിമിഷയ്ക്ക് വേണ്ടി കരയുന്നവർ എന്തുകൊണ്ട് UAE-യിൽ നടന്ന ഈ 3 വധശിക്ഷകൾ കണ്ടില്ല? യമനിലെത്തി അവിടെ വെച്ച് പ്രണയത്തിലായ തലാൽ അബ്ദു മഹദിയെ വിവാഹം കഴിച്ച് ഫാത്തിമ എന്ന പേര് സ്വീകരിച്ച നിമിഷപ്രിയ ഭർത്താവായ തലാലിനെ ബിസിനസ് പങ്കാളിയുമാക്കി 5 വർഷത്തിനുള്ളിൽ യമനീസ് പാസ്പോർട്ട് സ്വന്തമാക്കി ആശുപത്രിയുടെ പൂർണ്ണ ഉടമസ്ഥാവകാശം തനിക്കാകും എന്ന് കരുതി കരിക്കൽ നീക്കിയ നിമിഷപ്രിയയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിയപ്പോൾ തലാലിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ നിമിഷയുടെ മോചനം ആവശ്യപ്പെട്ട് ആരൊക്കെ ഏതൊക്കെ സംഘടനകളാണ് ഇവിടെ കിടന്ന് മുറവിളി കൂട്ടുന്നത്? താനും മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടായിരുന്നു തലാലിനെ മയക്കുമരുന്ന് കുത്തിവെച്ച് കൊലപ്പെടുത്തിയത് എന്ന് നിമിഷ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. മയക്കുമരുന്ന് ഉപയോഗിച്ചതിൻ്റെ ബലത്തിലാണ് തലാലിനെ അവർ 110 കഷ്ണങ്ങളാക്കി മുറിച്ചത്. ഒരു കോഴിയെ കൊല്ലുന്നത് കാണുന്നത് പോലും നമുക്ക് കണ്ടു നിൽക്കുവാൻ സാധിക്കുമോ? ആ ശരീരഭാഗങ്ങൾ 14 ദിവസം അളിഞ്ഞു കിടന്ന വെള്ളമാണ് ആളുകൾ കുടിച്ചത്. അവിടെ നിന്നും വേഷം മാറി അഭയാർത്ഥ ക്യാമ്പിലെത്തിയ നിമിഷ 4 മാസം കഴിഞ്ഞാണ് ദൈവികമായ ഒരു ഇടപെടൽ പോലെ റോയിറ്റേഴ്സിന്റെ ഒരു ഫോട്ടോഗ്രാഫർ പകർത്തിയ ഒരു ചിത്രം മാധ്യമങ്ങളിൽ വന്നത് കണ്ട് നിമിഷ പിടിയിലാകുന്നത്. ആദ്യം ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടന്ന ഈ കേസ് മാധ്യമങ്ങളിലൂടെ ആളിക്കത്തിച്ചാൽ ഇതിന്റെ പിന്നിലൂടെ ഉണ്ടാക്കുവാൻ സാധിക്കുന്ന കോടികൾ ലക്ഷ്യം വെച്ചാണ് മനുഷ്യാവകാശ പ്രവർത്തകർ, ആക്ഷൻ കൗൺസിലുകാർ, ബിഗ് ക്യാമ്പയിൻ എന്നൊക്കെ പറഞ്ഞ് തീവട്ടികൾ ചാടിയിറങ്ങിയത്. രാഷ്ട്രീയ വർഗീയ മുതലെടുപ്പ് നടത്തുവാൻ മറ്റു ചിലരും. എന്നാൽ കഴിഞ്ഞ 5 മാസത്തിനുള്ളിൽ UAE-യിൽ തന്നെ 2 മലയാളികളെയും ഒരു നോർത്ത് ഇന്ത്യൻ യുവതിയെയും വധശിക്ഷയ്ക്ക് വിധേയയാക്കി. കഴിഞ്ഞ വർഷവും അതിനു മുമ്പും എത്രയോ മലയാളികളെയും ഇന്ത്യൻ പൗരന്മാരെയും ഇതുപോലെ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയിരിക്കുന്നു. അന്നൊന്നും ആരും ഉണ്ടായില്ല. ഒരു ആക്ഷൻ കൗൺസിലുകാരും ഒരു മനുഷ്യാവകാശ പ്രവർത്തകരും മാപ്രകളും ഇതൊന്നും കണ്ടുമില്ല. കാരണം ഇതിൻ്റെ ഒന്നും പുറകെ പോയാൽ ഒന്നും തടയുകയുമില്ല, വിവാദത്തിനുള്ള സ്കോപ്പുകളുമില്ല. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 15-നും ഫെബ്രുവരി 28-നുമായിട്ടായിരുന്നു 3 പേരെ UAE-യിൽ വധശിക്ഷയ്ക്ക് വിധിച്ചത്. ആദ്യം നമുക്ക് വധശിക്ഷയ്ക്ക് വിധേയരായ ആ 2 മലയാളികൾ ആരൊക്കെയാണെന്ന് നോക്കാം. ഒരു UAE പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട തലശ്ശേരി സ്വദേശി മുഹമ്മദ് റിനാഷ് മുമ്പ് അലൈനിലെ ഒരു ട്രാവൽ ഏജൻസിയിൽ ജോലി ചെയ്തു വരികയായിരുന്ന ഇന്ത്യക്കാരനായ ഒരു വ്യക്തിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ മുരളീധരൻ PV എന്നിവരുടെ വധശിക്ഷ ഫെബ്രുവരി 28-നാണ് നടപ്പിലാക്കിയത്. UAE-യിലെ പരമോന്നത കോടതിയും വധശിക്ഷ ശരിവെച്ചതിന് പിന്നാലെയാണ് 2 വധശിക്ഷകളും നടപ്പിലാക്കിയത്. അതുപോലെ ഇക്കഴിഞ്ഞ ഫെബ്രുവരി 15-ന് ഒരു പാവപ്പെട്ട കർഷകന്റെ മകളായ UP സ്വദേശിനി 33-കാരിയായ ഷഹ്സാദി ഖാൻ എന്ന സ്ത്രീയുടെ വധശിക്ഷയും UAE-യിലെ പരമോന്നത കോടതിയായ കോടതി ഓഫ് കാസേഷൻ അവരുടെ വധശിക്ഷ ശരിവെച്ചതിനെ തുടർന്ന് നടപ്പിലാക്കിയിരുന്നു. ഷഹ്സാദി ഖാന്റെ അനുഭവം കേട്ടാൽ ആരുടെയും ചങ്ക് തകർന്നു പോകും. ഒരു പാവപ്പെട്ട കർഷകന്റെ മകളായതുകൊണ്ട് തന്നെയായിരിക്കണം അവരുടെ കാര്യത്തിൽ കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് നടന്നത്. ആരും ചോദിക്കാനില്ലല്ലോ. തൻ്റെ സംരക്ഷണയിലായിരുന്ന 4 മാസം പ്രായമുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തി എന്ന കേസിലായിരുന്നു അവർ അബുദാബിയിലെ അൽ വത്ബ ജയിലിൽ തടവിലായത്. ഉത്തർപ്രദേശിലെ ബന്ദ ജില്ലയിൽ നിന്നുള്ള ഒരു കർഷക കുടുംബാംഗമായിരുന്നു ഷഹ്സാദി ഖാൻ. ഇവരുടെ കൗമാരപ്രായത്തിൽ മുഖത്തും ശരീരത്തും ഗുരുതരമായി പൊള്ളലേറ്റിരുന്നു. അതുകൊണ്ട് തന്നെ വിവാഹവും കഴിച്ചിരുന്നില്ല. ഈ 33-കാരി തൻ്റെ പ്രായമായ മാതാപിതാക്കളെ സംരക്ഷിക്കുവാനായിരുന്നു ദുബായിലെ ഒരു വീട്ടിൽ കുഞ്ഞിനെ നോക്കാനായി പോയത്. 2021-ൽ തൻ്റെ തൊഴിലുടമയായ നാസിയ ഗർഭിണിയായിരിക്കെ അബുദാബിയിലെ അവരുടെ വീട്ടിലാണ് ഷഹ്സാദി ഖാൻ ജോലിക്കായി പോയത്. 2022 ഓഗസ്റ്റിൽ നാസിയ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. ഷഹ്സാദി കുഞ്ഞിൻ്റെ പരിചാരകയുമായി. 2022 ഡിസംബർ 7-ന് 4 മാസം പ്രായമുള്ള കുഞ്ഞിന് ഒരു ആശുപത്രിയിൽ പോയി പതിവ് വാക്സിനേഷൻ നൽകുകയുണ്ടായി. അന്ന് വൈകുന്നേരം കുഞ്ഞു മരിച്ചു. മരണകാരണം നിർണ്ണയിക്കുവാൻ കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്തുവാൻ അബുദാബിയിലെ ആശുപത്രി ശക്തമായി ശുപാർശ ചെയ്തിരുന്നുവെന്നും എന്നാൽ മാതാപിതാക്കൾ അത് നിരസിച്ചതായും ഷഹ്സാദി ഖാന്റെ പിതാവ് അഭിഭാഷകനായ അലി മുഹേന സമർപ്പിച്ച ഹർജിയിൽ പറയുന്നു. കുഞ്ഞിൻ്റെ മരണത്തിൽ ഏതെങ്കിലും സ്ഥാപനത്തിന്റെ കൂടുതൽ അന്വേഷണമോ ആരോപണങ്ങളോ ഉണ്ടാകുന്നത് ഒഴിവാക്കുന്ന ഒരു സമ്മതപത്രത്തിൽ അവർ ഒപ്പിട്ടു എന്നും ഹർജിയിൽ പറയുന്നു. വാക്സിനേഷനെ തുടർന്ന് കുഞ്ഞു മരിച്ചതിന്റെ ഉത്തരവാദിത്തം ഷഹ്സാദി ഖാന്റെ തലയിൽ കെട്ടിവെച്ച് വീട്ടുകാർ കേസ് കൊടുത്തു. തൻ്റെ സ്വന്തം കുഞ്ഞിനെ പോലെ ജീവനതുല്യം ഷഹ്സാദി ആ കുഞ്ഞിനെ സ്നേഹിച്ചിരുന്നു. വാക്സിനേഷന്റെ പ്രശ്നമാണോ അതോ ഭാര്യയും ഭർത്താവും തമ്മിലുണ്ടായ പ്രശ്നങ്ങളാണോ കുഞ്ഞിൻ്റെ മരണകാരണം എന്നറിവില്ല. മരണകാരണം കണ്ടുപിടിക്കുവാൻ കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം പോലും നടത്തിയില്ല എന്നോർക്കണം. ഷഹ്സാദിയെ ക്രൂരമായി മർദ്ദിച്ച് അവളെ കൊണ്ട്
താനാണ് കൊന്നത് എന്ന് പറയിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് മാത്രമായിരുന്നു തെളിവായി ഹാജരാക്കിയത്. അത് തന്നെ ക്രൂരമർദ്ദനത്തിനിരയാക്കി ഉണ്ടാക്കിയതാണെന്നും അവൾ പോലീസിനോട് പറഞ്ഞിരുന്നു. എങ്കിലും ഫലമൊന്നും ഉണ്ടായില്ല. 2023 ഫെബ്രുവരിയിൽ ഷഹ്സാദിയെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് 2023 ജൂലൈ 31 വധശിക്ഷയ്ക്ക് വിധിക്കുകയും 2023 സെപ്റ്റംബറിൽ അവരുടെ അപ്പീൽ നിരസിക്കപ്പെടുകയും ചെയ്യുകയുണ്ടായി. 2 വർഷമായി ആ പിതാവ് പ്രധാനമന്ത്രിയുടെ ഓഫീസ്, ഇന്ത്യൻ എംബസി, കോൺസുലേറ്റ് എല്ലാം കയറി ഇറങ്ങിയിട്ടും യാതൊരു സഹായവും ഇവർക്ക് കിട്ടിയില്ല. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 15 അവരുടെ വധശിക്ഷയും നടപ്പിലാക്കി. ഇന്ത്യൻ എംബസി തൻ്റെ മകളെ സഹായിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് പിതാവ് ഷബീർ ഖാൻ പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു. 2024 മെയ് മാസത്തിലും 2024 ജൂലൈ 11 ഉൾപ്പെടെ നിരവധി ദയാഹർജികൾ അദ്ദേഹം സമർപ്പിച്ചിരുന്നു. പക്ഷേ യാതൊരു മറുപടിയും ലഭിച്ചില്ല. 2025 ഫെബ്രുവരി 14 അർദ്ധരാത്രി ഷഹ്സാദിയിൽ നിന്ന് ഒരു കോൾ ആ പിതാവിന് ലഭിക്കുകയുണ്ടായി. അവളെ ജയിൽ സെല്ലിൽ നിന്നും മാറ്റി അടുത്ത ദിവസം തൂക്കിലേറ്റാൻ പോവുകയാണെന്ന് ആ പിതാവ് അറിഞ്ഞില്ല. അവളുടെ അവസാന ആഗ്രഹം എന്താണെന്ന് ചോദിച്ചപ്പോൾ, എനിക്കെൻ്റെ വാപ്പയോടും ഉമ്മയോടും സംസാരിച്ചാൽ മതി, വേറൊന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അവർ കണക്ട് ചെയ്ത ഒരു കോളായിരുന്നു അത്. ഈ സംസാരത്തിന് ശേഷം തങ്ങളുടെ പൊന്നോമന മകൾ തൂക്കിലേറ്റപ്പെടും എന്നറിയാതെ ആ മാതാപിതാക്കളുമായി നടത്തിയ ആ സംഭാഷണം ഞങ്ങൾ പ്രേക്ഷകരെ ഒന്ന് കേൾപ്പിക്കുകയാണ്. നിനക്കൊന്നും സംഭവിക്കില്ല എന്ന് ആ മാതാപിതാക്കൾ ആശ്വസിപ്പിക്കുന്നത് കേൾക്കുക. हेलो हेलो हाँ बेटा पापा अस्सलाम वालेकुम। वासलाम कहाँ हो गया बेटा है बता बता बेटा बता बता बेटा ए ए उठ बेटा बता दे बेटा दे बता टीबोल का सामान बेटा बता अच्छी तरह बता बेटा बता टाइम खत्म हो गया पापा, है हमारा टाइम खत्म हो गया बस। अरे नहीं बेटा ऐसे नहीं अल्लाह लगा ना 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 ले बात कर मेरे से हाँ बेटा सजादी या अल्लाह बेटा हाँ वाले इतना रोए इतना रात भर जगे इतनी दुआ करी अल्लाह ताला अल्लाह आसमान की लाज रख ले माला। हाँ बेटा कुछ कहा है किन्ने कहा बता बेटा बस टाइम नहीं है हमारे पास, बस टाइम खत्म है, पता नहीं दोबारा फोन कर पाएंगे नहीं कर पाएंगे। नहीं बेटा वैसा ऐसा नहीं है बेटा, क्या टाइम नहीं है। अरे नहीं बेटा दिए ना किन्ने कहा बेटा बता तो गए हों कुछ तो कह गए हों बेटा। अबे आए थे स्पीकर ऑन करो, स्पीकर ऑन करो, स्पीकर ऑन करो। या अल्लाह वापस ले लेना ठीक है। हाँ बेटा इंडिया में जो केस किया है ना वो वापस ले लेना ठीक है। अरे चलिए मुझसे तो करो या जैसे देखो बता दे बेटा या फिर बताओ भैया मकसद रिकॉर्ड हो तो बताओ रिकॉर्ड हो रहा बेटा ऐसे बताओ मतलब आवाज आ रही है बताओ वकील साहब को बताओ हाँ अच्छे से रहना, तो कौन से दुश्मनी वो नहीं देना, जो FIR है वो ले लो वापस, नहीं चाहिए दुश्मनी। रो ना वकील को कहते वकील को बता बेटा क्या करना, वकील को बता कहाँ वकील को क्या कहे वकील को कुछ नहीं बोलना, वकील से बोलना कि वापस ले ले FIR, नहीं चाहिए, सुकून चाहिए, बस कुछ नहीं चाहिए। केस लड़ने से सालों केस लड़ते रहेंगे, वापस मिल लेंगे नहीं मिलेंगे। जब तुम ना रहोगे मैं क्या करने की फोन आया था किन्ने कहा बेटा ये बताओ मैं अर्जेंट कैसे आए अचानक है। कैप्टन आए थे, उन्होंने बोला बस टाइम नहीं हमारे पास, उन्होंने हमें अलग से दूसरे रूम में रख दिया है। वैसे आए क्या दिलवा के लाना है बेटा। हाँ बेटा नहीं ऐसा कुछ नहीं है। हाँ बेटा और हमें किसी को कोई कर्ज नहीं है, इसलिए टेंशन नहीं लेना।
नहीं बेटा, नहीं बेटा। टेंशन न ले। बेटा, बेटा, 2 साल हो गए बेटा, हमारे को बोला आशा थी कि चलो आ जाइए हमारे बेटा, टाइम पे मिल जाए बेटा। फोन आ जाता तो तसल्ली हो जाती, सुकून मिल जाता हमको। या अल्लाह, अल्लाह मदद कर दे, बड़ी मदद कर दे हमारी सजादी की मौला। अगर करने की बेटा हिम्मत नहीं है तो अभी मदद करें, नहीं लगे तो हमारी अल्लाह। कोर्ट कचहरी बंद कर देना, नहीं करना हमारी वजह से भाग दौड़, बंद कर देना सब। अल्लाह ताला सकता हमें ऐसे कोई पर्दा नहीं था। तो हमें यही लगता कि उनने सर की दर्द की मारे ही बता दी, हमें ऐसा लग रहा है दिल में ऐसा हो रहा है। आराम से रहना बेटा, हम उनको माफ कर देना, हम कुछ नहीं कर पाए तो मान के लाने तो 2 साल बेटा, हम उनको माफ कर देना। बेटा कुछ बता दे कल से परसों से हमें अच्छा लग रहा था सजादी। हम कह रहे थे कि कुछ ना कुछ अल्लाह ताला अचानक हमें सजादी हो सकता है, यहाँ से पहले छोड़ रहे उनके दिल में रहे हमारा। हमें ऐसा लगा था कल परसों नहीं बताया पापा से। हम कैसे कैप्टन ने बोला कि शायद शायद तो बात कर लेना, बस इससे ज़्यादा कुछ नहीं है। बात कर लेना, शायद ले जाएं। कैप्टन ने कहा कि वो फैज आएगा मिलने के लिए हमसे। अरे कुछ नहीं बेटा, तू देख कुछ ना हो यार, इंशाअल्लाह दुआएं कराना बेटा, अल्लाह की बढ़िया की अल्लाह दुआ मांगे, अल्लाह से दुआ मांगोगी या अल्लाह मुसीबत से बचा ले, अल्लाह हमें मुसीबत से बचा दे। हम राजी हैं, अल्लाह के हर फैसले पे राजी हैं हम। बिल्कुल नहीं बोलो अल्लाह का अल्लाह ने जहाँ मौत लिखी है तो ठीक है, राजी है। बिल्कुल सही है। नहीं अल्लाह को हम राजी, अल्लाह को राजी है बेटा, अल्लाह के ऊपर राजी है। अल्लाह बस यही चीज बेटा। हमारे पास दुश्मनी नहीं लेना आप, ठीक है? बेटा तुम्हारे जाने सब कुछ करे के लाने तैयार है, तुम ना रहो तो क्या करना, कुछ कुछ नहीं करना, कुछ नहीं करना। FIR वापस ले लेना बस। कितने एक्सीडेंट हुए मेरे साथ, समझना एक और एक्सीडेंट हो गया बस। अरे नहीं बेटा, भुला ना पाइए बेटा, भूल ना पाई बेटा, ऐसी मौत नहीं भूल पाती जब ऐसा ही कह रहे बाजार का तो दीवार फोड़ आ गया, बाजार का तो कुछ 2 दिन क्या चलो अल्लाह रहम कर मौला, हमारे भीख दे दे, मैं सजा दी अल्लाह, भीख दे दे, भीख मांग रहे जग रहे थे। हमने न किसी से शिकायत है न कोई शिकवा है, ठीक है? अपने दिल में कुछ नहीं रखना। हमने किसी के साथ अगर कुछ किया है गलत, लास्ट बात कर, अगर इसी को हो तो ये लास्ट बात कर देखा रहा है, उनसे बात करें, लास्ट बात कर देते। अगर कुछ होता है तो लास्ट बात कहना, लास्ट बात कर मीटिंग कॉल करवा कहना मेरी ख्वाहिश है बस। हाँ नहीं कर सकते पापा, नहीं कर सकते। आपके है ही वो अपने हाथ यही वो कहना मिट्टी का भेज देना, मिट्टी भेज देना मारेगा, माफ कर देना, कुछ नहीं कर पाए तुम्हारे साथ, मिट्टी भेज देना, दे देना कहना आखिरी नहीं कर पाएंगे कुछ। सब्र करना, ला इलाहा फिर कलमा पढ़ना, अल्लाह से दुआ करना, 24 घंटे अबे बैठो दुआ मांगो बस, अल्लाह से दुआ मांगो बेटा, अल्लाह है फैसला करने वाला है बेटा, अल्लाह फैसला करने वाला है मौला, वो बदल सकता बेटा, वो हाल बदल सकता बेटा। वो हमारे दिल में पता नहीं क्यों कल परसों से जैसे अच्छा सा लग रहा, अंदर से खुशी की महसूस हो रही है, तो हो सकता नहीं
या अल्लाह मौला। नहीं परेशान, ठीक है हम। ठीक है बेटा, अल्लाह ताला को है। अब हम कोई बता बेटा दे और बता ले पापा से और बात नहीं मैं सब सुन ली मैं वो सब गाट वो सब सुन ले बेटा समझाया जाता अपनी बिटिया को बेटा बहादुर लड़की है बोल बेटा मुझे डर के मानो कर दिया समाज बेटा उसे पूछ मेरी बात तुम बताते रहो। बता बेटा बेटा तुम बता बेटा बेटा तुम बता। मुझे कहाँ गलती हुई बेटा, मुझे गलती क्या हुई बता, मेरे बहुत कोई नहीं बेटा। سوف ينتهي توقيت المكالمة خلال دقيقة واحدة. انتهى المكالمة. फिर बात कर लेना बेटा, क्या नाम है और बात करनी खत्म हुई तो पर जी के बात कर लिया है। नहीं मिलेगा पापा। तो फिर करवा तो फिर कर लेना, अगर कर लेना थोड़ी देर है मेरा। अल्लाह सब्र दे तुम्हारे दिल को, अल्लाह ताला वाह मालिक, अल्लाह सब्र दे मौला। अल्लाह बेटा सबको मारेगा अल्लाह, या अल्लाह उन्हें कभी न बख्शे पाप भी नहीं है। बात कर बेटा के क्या तो कहे ही वो बता दिया, करवाएं तो कर ले। फोन कर जाएगा। हाँ कर जाएगा। मुंबई चले आना, ठीक है? UAE-യിൽ കോൺസുലേറ്റ് ഇല്ലേ, ഇന്ത്യൻ എംബസി ഇല്ലേ, മനുഷ്യാവകാശ പ്രവർത്തകരില്ലേ, മാധ്യമങ്ങളില്ലേ? എന്തുകൊണ്ട് ഈ സാധുശ്രീക്ക് നീതി കിട്ടിയില്ല? 110 കഷ്ണമായി അറുത്തുമുറിച്ച് കൊലപാതകം നടത്തിയ, സ്വാർത്ഥ ലക്ഷ്യത്തോടെ മതം മാറി ഫാത്തിമയായി മാറിയ നിമിഷപ്രിയയുടെ ജീവന് വേണ്ടി മുറവിളി കൂട്ടുന്നവർ ഇതുകൂടി ഒക്കെ ഒന്ന് അറിയുക. മുതലെടുപ്പിന് സാധ്യതയുള്ള ദുരിതങ്ങൾ മാത്രം ആഘോഷിക്കപ്പെടുമ്പോൾ യാഥാർത്ഥ്യങ്ങൾ ഇവിടെ മറയ്ക്കപ്പെടുന്നു. എന്നാൽ i2i ന്യൂസിന്റെ മൂടി വെക്കപ്പെട്ട യാഥാർത്ഥ്യങ്ങൾ തേടുന്ന ആ കണ്ണുകൾ അത് തിരിഞ്ഞുകൊണ്ടേയിരിക്കും. i2i ന്യൂസ്, an eye for truth. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.